അപ്പോൾ നമ്മൾ പാലക് ചീര നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ ടുഡേ കുക്കിംഗ് വീഡിയോ ഇതാണ്. നമ്മുടെ പാലക് ചീര, പിന്നെ നമ്മുടെ ഡാർലിങ് എന്നിട്ട് അവിടെ എന്താണ് കീരച്ചീര അല്ല കറുപ്പ് കീര നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറുപ്പ് കീര വന്നിട്ട് കറിയും പാലക് ചീര വന്നിട്ട് പൊരിയലും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യും ഇല്ല, അപ്പോൾ വേറൊന്നും ഇങ്ങനെ ചെയ്യാനില്ല ഗൈസ്. അല്ലെങ്കിൽ കണ്ണും കാലൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ നിറച്ച് കൊണ്ടുവരും. പിന്നെ ഞാൻ കണ്ണും കാലിന് കാണിക്കാൻ പോയില്ല. കണ്ണും കാലും കാണിക്കാൻ മീൻസ് എന്താ, ഹസ്ബൻഡിനോട് അത് വേണം ഇത് വേണമെന്ന് പറയുന്നട്ടോ. അല്ലെങ്കിൽ പബ്ലിക്കിൽ പോയിട്ട് കണ്ണും കാലും കാണിക്കുന്ന കഥയല്ല പറയുന്നത് ഗൈസ്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മുടെ ചോറ് കുക്കറിൽ അവിടെ വിസിൽ ഷൂന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ കൂട്ടത്തിന് ഇപ്പോൾ വന്ന് ചണ്ട ഇടാൻ തുടങ്ങും, സ്റ്റാർട്ടിങ് ചെയ്യും. വന്നിട്ട് അത് ലോലിപ്പാപ്പ് വേണം, എനിക്ക് ചമ്മൂസ വേണം, എനിക്ക് മുട്ടായി മധുരമുള്ള മുട്ടായി വേണം, അല്ലെങ്കിൽ എനിക്ക് ടോയ്സ് വേണം. ഒരു ഗൈസ് തലവേദന എടുക്കും മക്കളെ. വന്ന് തുടങ്ങും അവന് കുറച്ച് നേരത്തേക്ക്. ഇനി പപ്പാനെല്ലാം കണ്ടു കഴിഞ്ഞ് ജാസ്തി തുടങ്ങുവാണ്, ചുമ്മാ ഇരിക്കത്തില്ല. അതിന് മുന്നേ കുക്കിംഗ് എല്ലാം ചെയ്തിട്ട് സമാധാനത്തിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കണം. കാരണം നൈസാ പിടിക്കണം ഗൈസ്, അല്ലെങ്കിൽ ഒരു ദിവസം തലവേദന വന്നാൽ 3 days തലവേദന കൊണ്ട് നടക്കണം. അപ്പോൾ ആവത്തില്ല എൻ്റെ കൂട്ടുകാരെ. എന്തോ ഒരു ദേഷ്യമാണ് മതി എൻ്റെ മുന്നിട്ട്. പ്രഭു വന്നില്ല, കുഞ്ഞ് പഠിക്കുന്ന, പക്ഷെ അവൻ്റെ ദേഷ്യം എന്താണ് ഗൈസ്, ഒരു സൊല്യൂഷൻ എനിക്കറിയില്ല. ഭയങ്കര ദേഷ്യമാണ് ഗൈസ് അവനിക്ക്. എന്തെങ്കിലും പറയാം, രണ്ടാമത്തേന് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവൻ്റെ കാര്യം അവൻ സാധിച്ചെടുക്കും. അങ്ങനെ ശീലമാക്കി ഇതൊക്കെ വീട്ടിലുള്ളവർ, അതിനാണ് അങ്ങനെ ആക്കിയത്. അപ്പോൾ ഗൈസ് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒത്തിരി കഷ്ടപ്പെടുന്ന ഗൈസ് അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു സൊല്യൂഷൻ അറിയുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടാ. എങ്ങനെ നൈസാ പിടിക്കണം പറഞ്ഞാൽ മുട്ടായി കൊടുക്കണം. മുട്ടായി തിന്നൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമൂസ അല്ലെങ്കിൽ വേറെ അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കൊടുക്കും. അത് കഴിഞ്ഞാൽ അത് ഫിനിഷായ വീണ്ടും തുടങ്ങും. ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങത്തില്ല. പിന്നെ ഉറങ്ങിയിട്ട് കാര്യമില്ല. രാവിലെ 7 o'clock എണീക്കണം, നൈറ്റ് 8 o'clock ഉറങ്ങണം, എന്നെങ്കിലും സ്കൂൾ പോക്ക് നടക്കുള്ളൂ. പക്ഷെ അവർക്ക് ഒത്തിരി ദേഷ്യം പൈസ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് നമ്മുടെ പാലക് ചീര ഒരു തോരൻ ഉണ്ടാക്കിയിട്ട് മറ്റേതൊരു കറി ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ കറി. അപ്പോൾ നമ്മുടെ പാലക് ചീരയിൽ കുറേ കുപ്പ വേസ്റ്റ് വാരിയിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ കെട്ടിയിട്ടിട്ടുണ്ട്. എന്തെന്നാന്ന് അവർക്കറിയാം. ഫുള്ള് സാധനങ്ങളും ഇങ്ങനെ കെട്ടി വാരി കൂട്ടിയിട്ട് ഇങ്ങനെ തരും. അപ്പോൾ ഞാനിത് ഈ ചീരയിലൊക്കെ ഒത്തിരി മണ്ണാണ്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ കൈയോടെ ആ മണ്ണിനൊക്കെ ഇങ്ങനെ തുടച്ച് മാറ്റാൻ എൻ്റെ കൂട്ടുകാരെ. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് ക്യാമറ പിടിക്കാനൊന്നും ആരുമില്ല. പിന്നെ എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും അറിയില്ല. എന്തൊക്കെയോ ചെയ്ത് പിടിക്കുന്ന എനിക്കും ഒരു യൂട്യൂബ് തുടങ്ങാനല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ചീര കഴുകുകയാണ്. അപ്പോൾ ചീരയിലേക്ക് വെള്ളം കഴുക് തുറന്ന് വിട്ട് ഗൈസ്, നിറയെ മണ്ണാണ്. അപ്പോൾ ഞാൻ ചീര വശമിട്ടെ. ചീര നിറയെ മണ്ണ് ഇല്ലെങ്കിൽ നമ്മൾ തിന്നല്ലേ, തിന്നാനാവത്തില്ല. നമ്മളിവിടെ റെഡ് ബക്കറ്റ് വെച്ചിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? റെഡ് ബക്കറ്റ് വന്നിട്ട് ഫിൽറ്ററിൻ്റെ വെള്ളം വേസ്റ്റായി പോകാതിരിക്കുന്നത് നമ്മൾ ചെടിയിലും ബാത്റൂമിലൊക്കെ കൊണ്ട് ഒഴിക്കുക വെള്ളം. എന്തോ ഒരു പോയിസൻ്റെ മണം ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ നല്ല ഇതിനെ കഴുകണം. നല്ല കഴുകി വാരി ആ മണ്ണെല്ലാം അങ്ങോട്ട് കളഞ്ഞ് എടുക്കണം. നിറയെ മണ്ണും ചെളിയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മളതിനെ ഫസ്റ്റ് ഇങ്ങനെ കഴുകിയിട്ട്. അപ്പോൾ കൂട്ടുകാരൻ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി. നമ്മളെ വീട്ടിലല്ല, എല്ലാ സ്ഥലത്തിലും കറണ്ട് പോയി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനെ വാരി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. കുഴഞ്ഞ് ഇതൊക്കെ മണ്ണിരിക്കുമല്ലോ, മണ്ണിരിക്കാതെ നമ്മൾ വാരി ഇതിലേക്ക് ഇടണം. എന്താ ഗൈസ്, വെള്ളം കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതിലേക്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ പാലക് ചീര ഇങ്ങനെ കഴുകി ഇതിലേക്ക് ഇടുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ചീര ഇപ്പോൾ കഴുകി വാരി വെച്ചു. ഇപ്പോൾ
തക്കാളി ഇടാൻ പോവുകയാണ്. അപ്പോൾ ചീരയ്ക്ക് നമ്മൾ ചെറിയ ഉള്ളി നന്നാക്കാൻ പോകണം. കുഞ്ഞുള്ളി ഇതിനൊക്കെ എരികി വാരിയിട്ടാണ്. കുഞ്ഞുള്ളിനെ നന്നാക്കിയിട്ട് കുഞ്ഞു പീസാക്കിയാണ്. ഇച്ചിരി പച്ചമുളകും ഇച്ചിരി വറ്റൽമുളകെല്ലാം എണ്ണയിലേക്ക് ഇട്ട് ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിനെ പറ്റിച്ചെടുക്കും. ചീരപ്പൊടിയൊക്കെ കുഞ്ഞുള്ളി കുറേ ഉണ്ടായിരുന്നു. കുഞ്ഞുള്ളി കാണുന്നില്ല കൂട്ടുകാർ. കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ ചെറിയുള്ളിയെല്ലാം കട്ട് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ചീര കട്ട് ചെയ്യണം കുഞ്ഞു പീസാക്കിയിട്ട്. എന്തിന് വന്നില്ലേ? അപ്പോൾ നമ്മുടെ ചീര കുഞ്ഞു പീസാക്കിയിട്ട് അരിയണം. വേഗം അരിയണം. എന്താ പറഞ്ഞാൽ മോനെ കൂട്ടാൻ പോകണം. ടൈമാണ് മോനെ കൂട്ടാൻ. അപ്പോൾ നമ്മൾ ചീര ഡെയിലി കൊടുക്കുന്ന അത്ര നല്ലതാണ്. കാരണം ഒത്തിരി പ്രോബ്ലം നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ചീര തിന്നുക. എപ്പോഴും തിന്നാനാവില്ല എല്ലാ ദിവസവും. അപ്പോൾ നമ്മളിത് ചെറുതാക്കി അരിഞ്ഞിട്ട് വേഗം ചീരക്കറി വയ്ക്കണം. 12 മണിയാകുമ്പോഴത്തേക്കാണ് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ വേഗം അരിഞ്ഞിട്ട് നമുക്ക് വയ്ക്കാം. ചോറ് ഓൾറെഡി വെച്ച് രാവിലെ തിന്നിട്ടാണ് പോകുന്നത്. എന്നാലും ഉച്ചയ്ക്ക് വരുമ്പോൾ സ്നാക്സ് കൊണ്ടുപോയിട്ടുണ്ട്. പഴം കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മൾ എന്ത് കൊടുത്തു വിട്ടാലും അത് കൊണ്ടുപോകില്ല. തിരിച്ച് കൊണ്ടുവരും ഇഷ്ടമല്ലെങ്കിൽ. പിന്നെ ഇപ്പോൾ പഴം തിന്നുന്നു കുറച്ച്. പിന്നെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുത്തു വിട്ടാൽ അത് തിന്നില്ല. പേടിച്ചിട്ട് കൊടുക്കില്ല. നമ്മൾ വീട്ടിലൊരു സാധനം ഫ്രൂട്ട്സ് വാങ്ങി വെച്ചാൽ തിന്നത്തില്ല. അത് ഓരോരോ കംപ്ലൈൻറ്റ് പറയും. എന്നിട്ട് തുപ്പിക്കളയും വായിലിട്ട് കൊടുത്താൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യല്ലേ? പഴ കൊടുക്കുന്നു. കുഞ്ഞിപ്പഴം കേട്ടോ. നേന്ത്രപ്പഴം ബോയിൽഡ് ചെയ്തിട്ട് അരിഞ്ഞു കൊടുത്താൽ തിന്നില്ല. നേന്ത്രപ്പഴം അങ്ങനെ കൊണ്ടുവരും. ബോയിൽഡ് ചെയ്ത് 2-3 പ്രാവശ്യം കൊടുത്ത് വിട്ട് അങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് പട്ടിണി കിടന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നു. ചില സമയം ടീച്ചർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ചീര ലാസ്റ്റിട്ട് അത് എത്രയും കൂടെ ഉണ്ട്. ഇതും കൂടെ വേഗം അരിയട്ടെ. വേഗം അരിഞ്ഞിട്ട് ഇത് അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ വെളുത്തുള്ളി ചതക്കുന്നു. ചീരക്കുള്ള വെളുത്തുള്ളി ചതക്കുന്നു. ചീര ഇതിലേക്ക് ഇടാൻ പോകണം. ചീരപ്പൊടി റെഡി.
ചീരപ്പൊരിയൽ ചീരക്കറി. അപ്പം ചീരക്കറി ചീരപ്പൊരിയെല്ലാം ഇട്ട് ഇതെല്ലാം ചുമ്മാ കേൾക്കണ്ട. നമ്മൾ അതുകൊണ്ട് ഓണാക്കാൻ പോകുന്നു. പരിപ്പും ചീരയും ഇട്ടിട്ടുള്ള ഒരു കറി അത് അടുപ്പിച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഉപ്പിടാൻ പോകുന്നു. ഉപ്പിട്ട് ചീരക്കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ഇട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് എരിവുള്ള മുളക് പൊടി ഇടാം. എരിവുള്ള കുറച്ച് മുളക് പൊടി ഇട്ടു. അപ്പോൾ നമ്മൾ കുക്കറിൽ അടിച്ച് വയ്ക്കാൻ പോവാണ്. ഇച്ചിരി ഉള്ളി അരിഞ്ഞിടണം. ഉള്ളി അരിഞ്ഞിടാൻ പോകണം. ടൈമായി കുട്ടീനെ കൂട്ടാൻ. 12 o'clock പോകണം. അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞു. ഇപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ 2 നാരങ്ങ ലെമൺ ഞാൻ ഉപ്പ് വെള്ളത്തിൽ കുടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ ഗ്ലാസ് സോൾട്ട്, നല്ല സോൾട്ട് ഇട്ടിട്ട് 1 നാരങ്ങ വെള്ളം കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇതൊക്കെ ഞാൻ പിഴിഞ്ഞിട്ട് എന്താക്കും അറിയാം, നല്ല നാരങ്ങാച്ചാറുണ്ടാക്കും. ഇതൊന്നും വേസ്റ്റ് ആക്കത്തില്ല. അപ്പം നമ്മുടെ കറി അവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് മോഫ് ചെയ്യാനുണ്ട്. വീട് മോഫ് ചെയ്യാനുണ്ട്. മോഫ് ചെയ്യാൻ ആരുമില്ല, ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് പിഴിഞ്ഞ് ഇവിടെ റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചീരക്കുട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചീര ഒന്ന് ഇറക്കിയിട്ട് വരാം. മാറ്റിയേക്കാം. നമ്മുടെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ചില്ലി ഫ്ലെയും ഒക്കെ ഇട്ടിട്ട് ഒരു പാലക് ചീരക്കുര് പോലെ ഇതാവട്ടെ. നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കാൻ ഒരു പാത്രം എടുക്കണം. അപ്പം ഞാൻ ഫിൽറ്ററിലുള്ള വെള്ളം എടുക്കാൻ പോകും. നാരങ്ങ വെള്ളം, 1 ഗ്ലാസ് നാരങ്ങ വെള്ളം റെഡി. അപ്പം നമ്മൾ ഫിൽറ്റർ ചീര മുട്ടി വയ്ക്കാം. ചീര അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വെച്ച് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാം. അപ്പം നമ്മുടെ മോനിക്ക് ഒരു നാടൻ മുട്ട ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കല്ല, ഞങ്ങൾ വലിയ മുട്ട വെച്ച് പൊരിക്കും. ഇപ്പോൾ കുടിച്ച ജ്യൂസിൻ്റെ നാരങ്ങ ഞാൻ ഈ കുപ്പിയിലേക്ക് അരിഞ്ഞിടുകയാണ്. എന്നിട്ട് അതിലേക്ക് നിറയെ സോൾട്ട് വാരിയിടും. എന്നിട്ട് അതിനെ ഓരോ ദിവസവും നൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. അപ്പോൾ അത് ഉണങ്ങുമ്പോൾ ഞാൻ ഉപ്പെല്ലാം പിടിച്ച് വരുമ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ പോകും. അപ്പം ഞാൻ എന്താക്കും, അച്ചാറിടും. നിറയെ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഡെയിലി തിന്നും. അപ്പോൾ ഇങ്ങനെയാണ്. ആരാ പറഞ്ഞു? അപ്പോൾ ചീരപ്പൊരികൾ റെഡി. കൂട്ടുകാരൻ ചീരപ്പൊരികൾ റെഡി. ചീരപ്പൊരികൾ നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചീരപ്പൊരികൾ. ഓക്കെ,
ചീരപ്പൊരിയിൽ റെഡി ആയിട്ടുണ്ട്. ചീരപ്പൊരിയിൽ അപ്പോൾ നമ്മുടെ സ്കൂൾ വിട്ട് കുട്ടികളെ കൂട്ടാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ.